നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നതിലൂടെ നമ്മളൊക്കെ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഉമ്മയുടെ പ്രാർത്ഥന അതെത്ര വലിയ വ്യക്തിക്കെതിരെയാണെങ്കിലും, അതെത്ര നല്ലവനായ മനുഷ്യനെതിരെയാണെങ്കിലും, പെറ്റ തള്ളയെ അപമാനിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെറ്റ തള്ളയുടെ ആ മാതൃഹൃദയത്തെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് നൽകുന്നു. ശിക്ഷ ഒരുപക്ഷേ പരലോകത്തിന് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വരമ്പത്ത് നിന്ന് തന്നെ കൂലി കിട്ടുന്ന മഹാപാപമാകുന്നു ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുക എന്നത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു പ്രയോഗവുമുണ്ട്. ചെയ്ത അതേ പ്രവർത്തനം കൊണ്ട് തന്നെ തിരിച്ചടി കിട്ടുക എന്നാണ് അതിന് പറയുന്നത്. അത് മാതാപിതാക്കളോടൊരാൾ അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് അവന്റെ മക്കളിലൂടെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതിനാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമലി എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ. ഏത് തെറ്റാണ് ചെയ്തതെങ്കിൽ അതേ രൂപത്തിലുള്ള തെറ്റിലൂടെ പ്രവർത്തനത്തിലൂടെ തിരിച്ചടി ലഭിക്കുക. ഇവിടെ ഇതാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്ന ആ സംഭവത്തിൽ ഇവിടെ ഈ മകനെതിരെ ഈ മാതാവ് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുപോയി. നാം ഏറ്റവും ഭയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഹുഖൂഖുണ്ട്. മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ കടമകൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്കൊരുപാട് അവകാശങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ആ അവകാശങ്ങൾക്കാണ് ഹുഖൂഖ് എന്ന് പറയുന്നത്. ആ അവകാശങ്ങൾ ആരെങ്കിലും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗപ്രവേശം എളുപ്പമാണ്. അതേ അവസരത്തിൽ തന്നെ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേയുള്ളൂ അറബി ഭാഷാ പദപ്രയോഗത്തിൽ. ഹുഖൂഖ് എന്ന പ്രയോഗത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ ഹ അങ്ങ് മാറിയിട്ട് ഹുഖൂഖ് എന്ന് ഐനുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ പ്രവർത്തനം പിന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പദപ്രയോഗമാണ്. ഉഖൂഖ് ചെയ്തു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പിന്നെ നരകത്തിലേക്ക് എളുപ്പമായി. നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടാൻ വരെ വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ പെടുന്നതാണ്. മാതാപിതാക്കളോടുള്ള ഹക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മാതാപിതാക്കളുടെ ഹക്കുകളെ ചവിട്ടിമെതിച്ചുകൊണ്ട് അവരോട് ഉഖൂഖ് കാണിക്കുന്ന, അവരെ അവമതിക്കുന്ന, അപമാനിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ മുഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ എത്രയും പെട്ടെന്ന് നരകത്തിലേക്ക് തന്നെയാണ് പോക്ക്. അല്ലാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കോപമാണ് ഉണ്ടാകുന്നത്. കത്തിയാളുന്ന നരകത്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ഉമ്മയെങ്ങാനും മനസ്സുപൊട്ടി നമുക്കെതിരെ വല്ലതും അല്ലാഹുവിനോട് പറഞ്ഞുപോയാൽ, നമ്മുടെ ഉപ്പയെങ്ങാനും മനസ്സുപൊട്ടി നമുക്കെതിരെ അല്ലാഹുവിനോട് വല്ലതും പറഞ്ഞുപോയാൽ, അത് ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാതെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഈ ലോകത്തോട് വിട പറയാൻ കഴിയില്ല. പശ്ചാത്തപിക്കാത്തിടത്തോളം അല്ലാഹുവിന്റെ കോടതിയിൽ വേറെയും ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് വളരെ കണിശമായി പറയുന്നു, മാതാപിതാക്കൾക്കുള്ള സ്ഥാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഉമ്മയോടും ഉപ്പയോടുമുള്ള ബഹുമാനങ്ങളിൽ 3 സ്ഥാനവും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു തന്നത് ഉമ്മയോട് എന്നാണ്. ഏറ്റവും കൂടുതൽ നിന്റെ നല്ല സഹവാസത്തിന് നിനക്ക് കടപ്പാടുള്ളത് നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. പിന്നെ 4ാമതാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. കാരണം ഉപ്പാക്ക് തീരെ പ്രയാസങ്ങളില്ലാത്ത, ഉമ്മ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഗർഭം ധരിച്ചുകൊണ്ടുള്ള ആ നടപ്പും, ആ അവസരത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലേറിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടും കഴിയില്ല. ഒരു പെണ്ണിനും അത് പകുത്തു കൊടുക്കാൻ കഴിയില്ല. അത് 100% ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അതേപോലെ തന്നെ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ മരണസമാനമായ വേദന അനുഭവിക്കുന്നു.
അതിൽ മറ്റൊരാൾക്ക് പങ്കില്ലല്ലോ, ആ വേദന മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കാനാവില്ലല്ലോ, അവർ തന്നെ സഹിക്കണ്ടേ. ഇനി അങ്ങോട്ട് വഹംലുഹു വഫിസാലുഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ കുട്ടിയൊന്ന് മുല കുടിക്കുന്ന പ്രായം അവസാനിക്കുന്ന ഒരു 2 കൊല്ലത്തെ, ആദ്യത്തെ 2 കൊല്ലത്തെ ആ പരിപാലനത്തിന്റെ ബുദ്ധിമുട്ട് ഉമ്മയോളം ഒരാൾക്കും അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മക്ക് അത്രയും ആ വിഷയത്തിൽ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളെയും അവർ മാറ്റിവെക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും വലത് കൈയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന നേരത്താണ് സ്വന്തം മടിത്തട്ടിൽ ഈ കൈക്കുഞ്ഞ് വിസർജിച്ചതെങ്കിൽ പോലും ഒരറപ്പും ചെടിപ്പും വെറുപ്പുമില്ലാതെ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടത് തിന്നുന്നതിനിടയ്ക്ക് തന്നെ ഇടത് കൈ കൊണ്ട് വേണമെങ്കിൽ ആ വിസർജ്യം തുടക്കാൻ മടി കാണിക്കാത്ത നമ്മുടെ ഉമ്മയോളം ഒരു മനുഷ്യനോട് സ്നേഹമുള്ള മറ്റൊരു സൃഷ്ടി ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക്ക 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 3 തവണയും പറഞ്ഞത് നിന്റെ ഉമ്മയോട് 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 എന്നാണ്. 4ാമതാണ് പറഞ്ഞത് അബൂക്ക, നിന്റെ ഉപ്പ എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അവർ സഹിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഹംലുഹു വഫിസാലുഹു എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അവരെ പ്രയാസത്തിന് മീതെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഗർഭം ചുമഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ടത് നമ്മുടെ ഉമ്മയോടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഉമ്മയും ഉപ്പയും നമ്മുടെ പണത്തെക്കാളേറെ, നാം കൊണ്ടുപോയി കൊടുക്കുന്ന ഭൗതിക ലോകത്തിലെ സുഖങ്ങളെക്കാളേറെ, സൗകര്യങ്ങളെക്കാളേറെ, നാം എടുത്തു കൊടുക്കുന്ന വീടിനേക്കാളേറെ, നാം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളെക്കാളേറെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരുടെ പുന്നാര മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആദരവാണ് സുഹൃത്തുക്കളെ, പരിഗണനയാണ് സഹോദരങ്ങളെ. ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ഇന്ന് അതാണ്. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഉമ്മക്കും ഉപ്പക്കും ഇന്ന് ഏറെ അവരെ അലോസരപ്പെടുത്തുന്നത്. പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഏറ്റവും കൂടുതൽ നമ്മെ വീക്ഷിക്കുകയാണ്. ഞാൻ വളർത്തിയുണ്ടാക്കിയ കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി വളർത്തിയുണ്ടാക്കിയ എന്റെ മോനെ എനിക്ക് നഷ്ടമാവുകയാണോ, എന്റെ മകൾ എനിക്ക് നഷ്ടപ്പെടുകയാണോ? പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അവസരത്തിൽ അത് ഭയപ്പെടാത്ത ഉമ്മമാരില്ല, അത് ഭയപ്പെടാത്ത രക്ഷിതാക്കളില്ല. ഞങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് ഞങ്ങളുടെ മകൻ നഷ്ടപ്പെടുകയാണോ, ഞങ്ങളുടെ മകൾ ഞങ്ങൾക്ക് എന്നേക്കും നഷ്ടപ്പെടുകയാണോ എന്നൊക്കെ ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കുന്നത് അവരുടേതായ പ്രതീക്ഷകൾ തകിടും മറിയുമോ എന്ന് തോന്നുന്നത് ഏറ്റവും പ്രയാസങ്ങൾ വരുന്ന പ്രായത്തിലാണ്. ഒരു മാതാപിതാക്കൾക്ക് മക്കളുടെ തണിയും തുണയും ഉണ്ടാകേണ്ടത് അവരുടെ യൗവന കാലഘട്ടത്തിലേക്കാൾ ഉപരി. യൗവന കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ കാര്യം നോക്കാൻ അറിയാം, അവർക്ക് വേണ്ടി അവർ തന്നെ സമ്പാദിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങളിൽ അവർക്ക് പലരുടെയും പലപ്പോഴും മക്കളുടെ ഒന്നും സഹായം ആവശ്യമില്ല. ഇനി മക്കൾ ആ പ്രായത്തിലേക്കൊട്ട് വളർന്നിട്ടുമുണ്ടാകില്ല. അതേ അവസരത്തിൽ ജരാനരകൾ ബാധിച്ച് പ്രയാസപ്പെടുമ്പോ, ഓജസ്സും തേജസ്സും ഒക്കെ നശിക്കുമ്പോ, ശരീരത്തിന്റെ കാന്തിയും അതുപോലെ തന്നെ തിളക്കവും നഷ്ടപ്പെടുമ്പോ, നിവർന്നു നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകാതെ അകം വളഞ്ഞുകൊണ്ട് പ്രായത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ശരീരത്തിൽ പ്രകടമാകുമ്പോ, മറ്റൊരാളുടെ താങ്ങും തണലുമില്ലെങ്കിൽ ഞാൻ എന്തായി പോകുമെന്ന് വേദനയോടുകൂടി മനസ്സുകൾ നീറുന്ന, ഉറക്കമൊഴിക്കപ്പെടേണ്ടി വരുന്ന അത്തരത്തിലുള്ള ദിനരാത്രങ്ങളിൽ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സുകൾ ഏറ്റവും കൂടുതൽ ഒരു തണിക്ക് വേണ്ടി, തുണയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന നേരമാണ്. ആ അവസരത്തിലാണ് മക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ അവരുടെ ആ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം. മാതാപിതാക്കളെ നമ്മൾ ഏത് പ്രായക്കാരാണെങ്കിലും ബഹുമാനിക്കേണ്ടതല്ലേ? ഏത് യുവാക്കളായ മാതാപിതാക്കളാണെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടതല്ലേ? അവരോട് നല്ല വാക്ക് പറയേണ്ടതല്ലേ? അതെ. എന്നിട്ടും എന്തേ ഖുർആൻ അവരുടെ വാർദ്ധക്യ സ്റ്റേജ് പ്രത്യേകം എടുത്തു പറഞ്ഞത്?
ആ സ്റ്റേജിലാണ് മക്കളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകാറുള്ളത്. ആ സ്റ്റേജിലാണ് മക്കൾ പലപ്പോഴും അവഗണിക്കാറുള്ളത്. ആ സ്റ്റേജിലാണ് മാതാപിതാക്കൾ ഞങ്ങൾ ഈ ഭൂമിപ്പുറത്ത് ഈ വീട്ടിന്റെ ഒരു മൂലയിൽ അവഗണിക്കപ്പെടുകയാണോ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്നൊരു ഭാരമാണോ, ഞങ്ങളെല്ലാവർക്കും ഒരു ഭാരമാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അവർ വേട്ടയാടുന്ന നേരമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് പറയുകയാണ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിന്റെ മൗലികമായ തത്വം പറഞ്ഞപ്പോ വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, റബ്ബിനെ മാത്രമല്ലാതെ ആരാധിക്കരുതെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്നു, അവൻ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ വിശദീകരിക്കുന്നു.